കത്തോലിക്ക സഭയുടെ മേധാവിമാരും ജസ്യൂട്ട് സഭയുടെ ചില പ്രമുഖരായിട്ടുള്ള വക്താക്കളും സാറിനെതിരെ ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അവർ പറയുന്ന കാര്യം ഇതാണ്: അങ്ങ് അവരുടെ സഭയുടെ മേലധ്യക്ഷന്മാർക്കെതിരായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു, അവർ രാജ്യദ്രോഹികളാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും ഇന്ത്യ ലൈവിൽ ഞാനും സാറും കൂടി കഴിഞ്ഞ ദിവസം എടുത്ത ഒരു അഭിമുഖത്തെ പറ്റിയാണ് ഈ വിമർശനം. അവർ ഒരു വീഡിയോ തയ്യാറാക്കി അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സാറിന് അവർക്ക് കൊടുക്കാനുള്ള മറുപടി? അല്ല, അതിലേ ഈ പുസ്തകം കാണുക. ഇത് എഴുതിയിരിക്കുന്നത് ലിയോൺ എ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും പ്രൊഫസറുമാണ്. അദ്ദേഹം ദീർഘകാലം ഗവേഷണം നടത്തിയതിന് ശേഷം എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഒറിജിനൽ രേഖകളെല്ലാം വെച്ച് എഴുതിയിരിക്കുന്നതാണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തിനാണ് ഈ പുസ്തകത്തിൻ്റെ കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജസ്യൂട്ട് സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ദീർഘകാലം എന്ന് വെച്ചാൽ 40 കൊല്ലം ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ സെലക്ട് ചെയ്യപ്പെട്ട ഏജൻറ്റുമാർക്ക്, അവരുടെ ഉദ്യോഗസ്ഥരുടെ പേര് ഏജൻറ്റുമാരെന്നാണ്, ആ ഏജൻറ്റുമാർക്ക് വാർഷിക ധ്യാനം നൽകിയിരുന്നത് ജസ്യൂട്ട് സഭയാണ്. അങ്ങനെ അല്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ അമേരിക്കയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്യൂട്ട് സഭയുടെ ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുടെ പേര് റോബർട്ട് ലോയിഡ് SJ എന്നൊക്കെ പറയുന്ന കക്ഷിയാണ് ദീർഘകാലം ഈ ഏജൻറ്റുമാർക്ക് റിട്രീറ്റ് എന്ന് പറയും, നവീകരണ ധ്യാനം ക്രൈസ്തവരുടെ ഒരു രീതിയാണ്. ഓരോ വർഷത്തിലും ക്രിസ്ത്യാനികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പുരോഹിതരും മറ്റുള്ളവരും ഒരുമിച്ച് ചേർന്നിട്ട് അവരവിടെ ഇരുന്ന് അവർ അതുവരെ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുകയും പുതിയ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള മനോബലം നേടുകയും ചെയ്യുന്നതാണ് റിട്രീറ്റ്. ആ റിട്രീറ്റാണ് അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ആർക്ക് കൊടുത്തിരുന്നത്? അവരുടെ ഏജൻറ്റുമാർക്ക് കൊടുത്തിരുന്നത്. അതിൽ ക്ലാസ് എടുത്തിരുന്ന ആളുടെ പേരാണ് റോബർട്ട് ലോയിഡ് SJ എന്ന് പറഞ്ഞ സൊസൈറ്റി ഓഫ് ജസ്യൂട്ട്സ്. അപ്പോൾ ഇവർ പണ്ട് മുതലേ ഇതുണ്ട്. ഇനി ഈ പറഞ്ഞ ജോർജ് മുത്തേലിൽ എന്ന് പറയുന്ന അച്ഛനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ അച്ഛൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ, CJP സമരത്തിൽ ക്രിയേറ്റീവായൊരു സമരമാണത്. അതുകൊണ്ട് ക്രിയേറ്റീവായ ഈ സമരത്തിന് പിന്തുണ കൊടുക്കാൻ ക്രിസ്ത്യൻ യുവാക്കൾ തയ്യാറാകണം എന്നാണ് അച്ഛൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ക്രിയേറ്റീവായിട്ടുള്ള സമരം, പ്രതിഷേധം ആർക്കെതിരെയായിരുന്നു? സർക്കാരിനെതിരെ പ്രതിഷേധം. അപ്പോൾ അതിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന ഒരാളാണോ ഈ പറഞ്ഞ മൂത്തേരിൽ അച്ഛൻ? ഇല്ല. കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തിട്ടുണ്ട്, അച്ഛൻ പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ SSLC ചോദ്യപേപ്പർ ലീക്ക് ചെയ്തിട്ടുണ്ട്, അച്ഛൻ പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ ഹയർ സെക്കൻഡറിയുടെയും യൂണിവേഴ്സിറ്റി കളുടെയും പരീക്ഷകളുടെ പേപ്പറുകൾ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും പ്രതികരിക്കാത്ത അച്ഛനാണ് എന്തിൽ പ്രതികരിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ ഈ CJPക്കാരുടെ സമരത്തിന് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ പ്രതികരണം സെലക്റ്റീവാണ്, വേറൊന്നിനുമല്ല. അച്ഛന് എവിടെ അനീതി കണ്ടാലും അനീതിയെ എതിർക്കുക എന്ന ദൗത്യമല്ല അച്ഛനുള്ളത്, പക്ഷേ വളരെ സെലക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് ജസ്യൂട്ടുകൾ? അതും കൂടി അന്വേഷിക്കണമല്ലോ. ഇതൊക്കെയൊന്നും മനുഷ്യർ സാമാന്യ മര്യാദയുടെയൊക്കെ പേരിൽ പറയാതിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഗോവ ഇൻക്വിസിഷൻ എന്താണെന്നറിയാം? വംശഹത്യയായിരുന്നു ഹിന്ദുക്കളുടെ. എന്തായിരുന്നു അതിൻ്റെ കാരണം? ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിച്ച സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ജയിലിലടച്ചു, മർദ്ദിച്ചു, അവരെ കൊന്നു. അവരാകെ ചെയ്ത തെറ്റ് ഞങ്ങൾ ക്രിസ്ത്യാനികളാകില്ല എന്ന് പറഞ്ഞു എന്നതാണ്. അപ്പോൾ അത് സംഭവിച്ചു. ആ പറഞ്ഞ ഫ്രാൻസിസ് സേവിയർ ഉണ്ടല്ല,
ആ ഫ്രാൻസിസ് സേവ്യറും ഈ ലയോളയും കൂടി ചേർന്നിട്ടാണ് സൊസൈറ്റി ഓഫ് ജെസ്യൂട്ട് 1540 20-ലോ 40-ലോ മറ്റോ സബ്ജക്റ്റ് ടു കറക്ഷൻ സ്ഥാപിച്ചത്. മനസ്സിലായില്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 40-ൽ സ്ഥാപിച്ച് 36-ൽ തുടങ്ങി 40-ൽ പോപ്പ് അംഗീകരിച്ചു. പോപ്പിൻ്റെ അംഗീകാരം കിട്ടിയ ഉടനെ തന്നെ 42-ൽ അദ്ദേഹം ഇവിടെ വന്നിട്ട് ചെയ്തത് ഇതാണ്. ഇവരറിയപ്പെടുന്ന എക്ലീസിയാസ്റ്റിക് മിലിറ്റൻസ് എന്നാണ്. എന്നുവെച്ചാൽ ഇവർ യേശുദേവന് വേണ്ടിയിട്ട് പടയാളികളായിട്ട് നിന്നുകൊണ്ട് ഏത് അക്രമവും നടത്തി ക്രൈസ്തവ ജനവിഭാഗത്തിൻ്റെ എണ്ണം ഈ ഭൂലോകത്ത് കൂട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഇവരുടെ രീതി. ഇവർ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിലൊക്കെ വന്ന പ്രശ്നങ്ങളിലൊക്കെ ഇവർ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കെന്ന് വെച്ചാൽ യൂറോപ്പിലൊരു പ്രശ്നം നടന്നു. യൂറോപ്പിൽ പോപ്പാണോ വലുത് രാജാവാണോ വലുത് എന്നുള്ള നിലയ്ക്കൊരു വലിയ യുദ്ധം നടന്നിട്ടുണ്ട്. അതാണ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പേപ്പസി ആൻഡ് കിങ്ഡം എന്നറിയപ്പെടുന്നത്. രണ്ടുപേർക്കും വാദം ഉന്നയിച്ചു. കാരണം എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ അധികാരി പോപ്പാണ്. അപ്പോൾ രാജാവിന് ആത്മാവുണ്ട്. അതുകൊണ്ട് രാജാവിൻ്റെ ആത്മാവിൻ്റെ അധികാരിയായിട്ട് പോപ്പ് നിൽക്കുന്നതുകൊണ്ട് ആത്മാവ് ശരീരത്തേക്കാൾ മഹത്തായതുകൊണ്ട് പോപ്പിന് രാജാവിൻ്റെ മേൽ അധികാരമുണ്ട്. രാജാവ് തിരിച്ചൊരു വാദം പറഞ്ഞു. അത് ശരിയാണ്, പക്ഷേ പോപ്പ് ശരീരത്തോടു കൂടി ജീവിച്ചിരിക്കുന്നതാണ്. ശരീരം രാജാവിൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പോപ്പ് അധികം പറയരുത് എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ പോപ്പിൻ്റെ പരമാധികാരം രാജാക്കന്മാരെ കൊണ്ട് അംഗീകരിക്കുന്നതിന് വേണ്ടി സായുധ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ജെസ്യൂട്ട്സ്. അവർ വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നേ ഇല്ല. പക്ഷെ അതോടൊപ്പം തന്നെ മിഷണറി ആയിട്ട് ഇറങ്ങി. എന്തായിരുന്നു ആ മിഷണറി? ഇവാഞ്ചലൈസേഷനായിരുന്നു, ഒരു സംശയവും വേണ്ട. അതിന് വേണ്ടി വിദേശത്ത് നിന്ന് പണം കിട്ടുന്നുണ്ടോ? ഈ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാമല്ലോ. വിദേശത്ത് നിന്ന് കഴിഞ്ഞ കൊല്ലം കിട്ടിയിരിക്കുന്നത് 17,000 കോടി രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് അധികാരവും പണവും സ്വാധീനവും ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്ന ഒരു സംഘത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം. വിദേശത്തു നിന്ന് ധനസഹായം ലഭിക്കുന്നുണ്ട്. ആ പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇവർ അതിനെ തടയാൻ ശ്രമിക്കുന്ന FCRA നിയമം വരുന്നത് കൊണ്ടാണ് ഇതിലിടപെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.